Okay, today our topic is Cauchy integral formula. Okay, first one theorem. Let f be analytic everywhere inside and on a simple closed contour C taken in the positive sense. If z0 is any point interior to C, then f of z0 equal to 1 by 2 pi I integral over C f of z by z minus z0 into dz is called Cauchy integral formula. Okay. അപ്പോൾ നമ്മളിവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനാലിറ്റിക് ഫംഗ്ഷൻ നമ്മളെടുത്തു. ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിൻ്റെ ഉള്ളിൽ നമ്മളൊരു എഫ് എന്ന് പറഞ്ഞ അനാലിറ്റിക് ഫംഗ്ഷൻ നമ്മളെടുത്തു. അതിൻ്റെ ഡിറക്ഷൻ അത് പോസിറ്റീവ് സെൻസിൽ നമ്മൾ ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് നമ്മളതിൻ്റെ ഡിറക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഏതെങ്കിലും ഒരു പോയിന്റ് Z0 നമ്മൾ എടുത്തു. അതിൻ്റെ ഇൻറ്റീരിയർ ആ കോണ്ടൂർ സിയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആയിട്ടുള്ളൊരു Z0 നമ്മൾ എടുത്തു. ദെൻ എഫ് ഓഫ് Z0 എന്ന് പറഞ്ഞാൽ 1 by 2 pi I into integral over C f of Z by Z minus Z0 into dz. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണിത് കോഷി ഇൻറ്റഗ്രൽ ഫോർമുല. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ C Z² by Z minus 2 dz where C is the circle mod Z equal to 3. അപ്പോൾ നോക്കാം, ഇവിടുത്തെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ C Z² by Z minus 2 dz കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? മോഡ് Z equal to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 3യും സെൻറ്റർ ഒറിജിനായിട്ട് വരുന്ന ഒരു സർക്കിളാണ് നമ്മളുടെ ഇവിടുത്തെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മളുടെ കോഷി ഇൻറ്റഗ്രൽ ഫോർമുല ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഈ 1 by 2 pi അവിടുന്ന് ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന സാധനത്തിൻ്റെ അതേ ഫോമിലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എന്ത്? ഇൻറ്റഗ്രൽ ഓവർ C Z² by Z minus 2. അപ്പോൾ എഫ് ഓഫ് Z ഈക്വൽ നമുക്ക് ഇവിടുന്ന് Z² എടുക്കാൻ പറ്റും. Z minus Z0 ആണ് നമ്മളുടെ Z minus 2 എന്ന് പറഞ്ഞാൽ. അങ്ങനെ Z0 നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, Z0 എന്തായിരിക്കണം? ഇന്റീരിയർ ദി കേർവ് ആയിരിക്കണം. ഇവിടെ നമ്മളുടെ കേർവ് എന്താണ്? മോഡ് Z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിളാണ്. മോഡ് Z ഈക്വൽ ടു 3 ആകുമ്പോൾ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഈ Z0 തന്നെ പോയിന്റ് ഏതാണ്? 2 ആണ് അല്ലെ? Z0 2 ആണ്. അപ്പൊ 2 എന്തായിരിക്കും? 3 റേഡിയസ് വരുന്ന സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് എഫ് ഓഫ് Z ഈക്വൽ ടു Z² ആയിട്ടും Z0 ഈക്വൽ ടു 2 ആയിട്ടും എടുക്കാൻ പറ്റും. ദെൻ നമുക്ക് ഈ കോഷി ഇൻറ്റഗ്രൽ ഫോർമുലയിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഓവർ എഫ് ഓഫ് Z ബൈ Z മൈനസ് Z0 എന്താക്കിയതായിട്ടും ഈ 2 പൈന് അപ്പുറം കൊണ്ട് ദാറ്റ് ഈസ് 2 pi I ഇൻറ്റു എഫ് ഓഫ് Z0 എഴുതാൻ പറ്റും. ഓക്കെ, ഹിയർ എഫ് ഓഫ് Z ഈക്വൽ ടു Z² which is analytic everywhere. കാരണം എന്താ? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. Within and on the circle mod Z equal to 3 and Z0 equal to 2 is an interior point of mod Z equal to 3 അല്ലെ? mod Z equal to 3 ആയിട്ട് വരുന്ന സർക്കിളിന്റെ ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും എന്ത്? Z0 equal to 2 എന്ന പോയിന്റ്. സോ എഫ് ഓഫ് Z0 ഈക്വൽ ടു എന്താ വരിക? എഫ് ഓഫ് 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 4. കാരണം എന്താ? Z എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് Z എന്ന് പറഞ്ഞാൽ Z² ആണ്. ദെൻ സെറ്റിന് പകരം 2 കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് 2 ഈക്വൽ ടു 4 വരും. ദെൻ ബൈ കോഷി ഇൻറ്റഗ്രൽ ഫോർമുല ഇന്റഗ്രൽ ഓവർ C Z² by Z minus 2 dz ഈക്വൽ ടു എന്ത് വരും? കോഷി ഇന്റഗ്രൽ ഫോർമുല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്താൽ പറ്റും? 2 pi I ഇൻറ്റു എഫ് ഓഫ് Z0 വരും. എഫ് ഓഫ് Z0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. Z ഈക്വൽ ടു 4 ആണ്. ദെൻ 2 pi I ഇൻറ്റു 4 ഈക്വൽ ടു 8 pi I വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. ഇന്റഗ്രൽ Z² പ്ലസ് 1 by Z² minus 1 in the counter clockwise sense around a circle of radius 1 with the center at the points Z equal to 1, Z equal to 1 by 2, Z equal to minus 1, Z equal to I. Okay, നമുക്ക് എന്ത് ചെയ്യണം? Z² plus 1 by Z² minus 1 എന്നിട്ടുള്ള ഈ സാധനത്തിന് ഇന്റഗ്രേറ്റ് ചെയ്യണം കൗണ്ടർ ക്ലോക്ക് വൈസ് ഓവർ എ സർക്കിൾ വിത്ത് റേഡിയസ് 1. അതെ, ഓക്കെ, യൂണിറ്റ് സർക്കിൾ ആണ്. അതിന്റെ സെന്റേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? Z equal to 1 ആയിരിക്കണം. സെക്കൻഡ് കേസ് Z equal to 1 by 2. തേർഡ് കേസ് Z equal to minus 1. ഫോർത്ത് കേസ് Z equal to I. ഓക്കെ, ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുക. നമ്മൾ എടുക്കുന്ന സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്താണ്? റേഡിയസ് 1 ആയിട്ട് വരുന്ന സെന്റർ Z equal to 1 ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് നമ്മളുടെ എന്ത്? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്തിനാ? Z² പ്ലസ് 1 by Z² മൈനസ് 1 ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ ഓവർ C Z² പ്ലസ് 1 by Z² മൈനസ് 1 dz നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? Z² മൈനസ് 1 നമുക്ക് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C Z² പ്ലസ് 1 by Z പ്ലസ് 1 ഇൻറ്റു Z മൈനസ് 1 ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, നമ്മളിവിടുത്തെ സെന്റർ 1 ആണ്, റേഡിയസ് 1 ആയിട്ട് വരുന്ന സർക്കിൾ ആകുമ്പോൾ അത് ഏത് രൂപത്തിലാണ് ഫോളോ ചെയ്യാൻ നോക്കാം. അതിന് ഇന്റീരിയർ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും അതിന്റെ ഇന്റീരിയർ പോയിന്റ് വരിക. -1 അതിന്റെ ഇന്റീരിയർ പോയിന്റ് ആയിരിക്കില്ല, ഔട്ട്സൈഡ് പോയിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ Z0 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം
സെഡ് നോട്ട് എടുക്കുന്ന കേസ് വരുമ്പോൾ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റീജിയന്റെ ഇന്റീരിയർ പോയിന്റ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, if we take f of z equal to z square plus 1 by z plus 1 and z naught equal to 1, we have z naught is inside C and f of z is analytic inside and on C, then we can apply Cauchy integral formula. നമ്മൾ z plus 1 അതായത് 1 ആണ് നമ്മുടെ ഇന്റീരിയർ പോയിന്റ്, ദെൻ z പ്ലസ് 1 ആണ് എന്താ, z മൈനസ് 1 ആണ്. -1 പറഞ്ഞാൽ നമ്മളുടെ റീജിയന്റെ പുറത്തുള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് അത് പുറത്തുള്ള പോയിന്റ് എടുത്താൽ കോഷി ഇന്റഗ്രൽ ഫോമിൽ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, z സ്ക്വയർ പ്ലസ് 1 ബൈ z പ്ലസ് 1 ആണ് വെച്ചാൽ ഇത് നമ്മുടെ f ഓഫ് z ആയിട്ടും z മൈനസ് 1 നമ്മളുടെ z നോട്ട് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഷി ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ മൈനസ് 1 dz ഈക്വൽ എന്ത് വരും, ഇന്റഗ്രൽ ഓവർ സി f ഓഫ് z ബൈ z മൈനസ് 1. കാരണം നമ്മൾ z സ്ക്വയർ പ്ലസ് 1 ബൈ z പ്ലസ് 1 നമ്മൾ എന്താക്കി എടുത്തു, നമ്മുടെ f ഓഫ് z ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് 1 dz നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോമിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2πi ഇൻറ്റു എഫ് ഓഫ് 1, കാരണം z നോട്ട് 1 ആയതുകൊണ്ട്. ദെൻ എഫ് ഓഫ് 1 നമ്മൾ എഫ് ഓഫ് സെറ്റിൽ 1 കൊടുക്കുമ്പോൾ അത് വരും 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, ദാറ്റ്സ് ഈക്വൽ ടു 2/2 വരും, ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ദെൻ ഇന്റഗ്രൽ ഓവർ സി നമുക്ക് എന്ത് കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു 2πi വരും. സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ z ഈക്വൽ ടു ഹാഫ് ആണ്, അതായത് സെന്റർ ഹാഫ് ആയിട്ടും റേഡിയസ് 1 ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദ ഫംഗ്ഷൻ z സ്ക്വയർ പ്ലസ് 1 ബൈ z പ്ലസ് 1 ഈസ് അനാലിറ്റിക് എവരിവെയർ ഇൻസൈഡ് ദി സർക്കിൾ C of radius 1 with the center z equal to half. If we take f of z equal to z square plus 1 by z plus 1 and z not equal to 1. നേരത്തെ പറഞ്ഞ അതേ കേസ് ഹാഫ്, അതായത് 1/2 ആണ് നമ്മുടെ സെന്റർ എങ്കിൽ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ -1 ആണ് പോയിന്റ് ഔട്ട് സൈഡ് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് z നോട്ട് ആയിട്ട് എടുക്കാൻ പറ്റിയ പോയിന്റ് 1 ആയിരിക്കും. സോ വി ഹാവ് z നോട്ട് ഇൻസൈഡ് C and f of z is analytic inside and on the curve C. Then we can apply Cauchy integral formula. Integral over C z square plus 1 by z square minus 1 dz equal to integral over C f of z by z minus 1 dz. നേരത്തെ ചെയ്തപോലെ എന്ത് ചെയ്യുക, z നോട്ട് 1 ആയതുകൊണ്ട് 2πi into f of 1 that's equal to കാൽക്കുലേഷൻ നമുക്ക് 2πi വരും. ദെൻ തേർഡ് കേസ് നോക്കാം. തേർഡ് കേസിൽ z ഈക്വൽ ടു -1 ആണ്. z ഈക്വൽ ടു -1 ആണ്. സെന്റർ -1 റേഡിയസ് 1 ആയിട്ട് വരുന്ന സർക്കിൾ കൺസിഡർ ചെയ്യാം. സെന്റർ -1 റേഡിയസ് 1 ആയിട്ട് വരുമ്പോൾ അതിന്റെ ബൗണ്ടറി 0 കൂടെ കടന്ന് ഇങ്ങനെ പോവുക ചെയ്യാം, 1ലേക്ക് എത്തൂല. അപ്പൊ ഇവിടെ 1 എന്തായിരിക്കും, ഔട്ട്സൈഡ് പോയിന്റ് ആയിരിക്കും, -1 ആയിരിക്കും നമ്മളുടെ ഇൻസൈഡ് പോയിന്റ്. അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് സെറ്റും z നോട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് എഫ് ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 1 ബൈ z മൈനസ് 1 ആൻഡ് z നോട്ട് ഈക്വൽ ടു -1. ശ്രദ്ധിക്കണം, നമ്മൾ എഫ് ഓഫ് z മാറി, കാരണം -1 ആണ് നമ്മളുടെ ഇന്റീരിയർ പോയിന്റ് വരിക. സോ എഫ് ഓഫ് z നമുക്ക് z സ്ക്വയർ പ്ലസ് 1 ബൈ z മൈനസ് 1 ഉം z നോട്ട് നമുക്ക് -1 എടുക്കാൻ പറ്റും. വി ഹാവ് z നോട്ട് inside on C and f of z is analytic inside and on C. Then we can apply Cauchy integral formula. Integral over C z square plus 1 by z square minus 1 dz equal to integral over C f of z by z plus 1. z നോട്ട് -1 ആയതുകൊണ്ടാണ് ഇവിടെ z പ്ലസ് 1 വന്നത്, കാരണം z -1. ഓക്കെ, ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z -1 dz. Cauchy integral ഫോമിൽ വെച്ച് നമുക്ക് 2πi into f of -1 കൊടുക്കാൻ പറ്റും. f of z-ൽ z-ന് പകരം -1 കൊടുക്കുമ്പോൾ 2πi into 1 പ്ലസ് 1 ബൈ -1 ദാറ്റ്സ് ഈക്വൽ ടു 2π -2 വരുമ്പോൾ -1 വരും, ദാറ്റ്സ് ഈക്വൽ ടു -2πi വരും. ഓക്കെ, ദെൻ ഫോർത്ത് കേസ് നോക്കാം. ഫോർത്ത് കേസിൽ നമുക്ക് കിട്ടുക എന്താണ്, d ഈക്വൽ ടു z ഈക്വൽ ടു i ആണ്. അതായത് റേഡിയസ് i വരുന്ന ഒരു സർക്കിൾ കൺസിഡർ ചെയ്താൽ അതിന്റെ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ എഫ് ഓഫ് സെറ്റും z നോട്ടും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇഫ് വി ടേക്ക് എഫ് ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ മൈനസ് 1, then f of z is analytic everywhere inside and on the circle mod z minus i equal to 1. mod z minus i equal to 1 എന്ന സർക്കിളിന്റെ ഇൻസൈഡിലും അതിലെന്താണ് അനാലിറ്റിക് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുള്ള എഫ് ഓഫ് z. അതുകൊണ്ട് കോഷി ഗോസ്-ദാറ്റ് തിയറം, അതായത് ഒരു ക്ലോസ്ഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനുള്ളിൽ നമ്മൾ എടുക്കുന്ന ഒരു സർക്കിളിന്റെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ ഉള്ളിലെടുക്കുന്ന ഒരു കർവിന്റെ ഇന്റഗ്രൽ നമുക്ക് എന്താ പറയുക, 0 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ. ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ കോഷി ഗോസ്-ദാറ്റ് തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് z സ്ക്വയർ പ്ലസ് 1 ബൈ z സ്ക്വയർ മൈനസ് 1 dz ഈക്വൽ ടു നമുക്ക് 0 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു തിയറം വരും നമുക്ക് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി കോഷി ഇന്റഗ്രൽ ഫോമുല. കോഷി ഇന്റഗ്രൽ ഫോമുലയ്ക്ക് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഫോം നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇഫ് എഫ് ഓഫ് z is analytic in a domain T, then it has derivative of all orders in T which are then also analytic
function in T. The values of these functions at a point z0 in T are given by the formulas f dash of z0 equal to 1 by 2 pi I integral over c f of z by z minus z0 the square dz. F double dash of z0 equal to 2 factorial by 2 pi I into integral over c f of z by z minus z0 the cube dz. In general, f raised to n of z0 equal to n factorial by 2 pi I into integral over c f of z by z minus z0 all raised to n plus 1 dz. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനാലിറ്റിക് ഫംഗ്ഷനാണ് ഇൻ എ ഡൊമൈൻ ജി. അതിന് എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ദി പോയിന്റ് സെഡ് നോട്ട്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക, ദെൻ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് എടുക്കുക, തേർഡ് ടൈം ഡെറിവേറ്റീവ്, അങ്ങനെ nth ഡെറിവേറ്റീവ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, nth ഡെറിവേറ്റീവ് നമുക്ക് എന്ത് വരും? എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2 pi I into integral over c f of z by z minus z0 all raised to n plus 1 dz, where n equal to 1, 2, 3, etc. Here C is any simple closed path in G which encloses and whose full interior belongs to D, and the curve C is oriented in the counter clockwise. Okay, അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് അനാലിറ്റിക് ആണ്, ഓൾ ഡൊമൈൻ ജി. അതിന് എല്ലാ ഡെറിവേറ്റീവ്സും എല്ലാ ഓർഡർ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദി പോയിന്റ് സെഡ് നോട്ടിൽ അതിന്റെ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്, എക്സെട്ര എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു റിമാർക്ക് കൊടുക്കുക, നോട്ട് ദാറ്റ് വിത്ത് ദ ആർഗ്യുമെന്റ് ആൻഡ് 0 factorial equal to 1. ഓക്കെ, 0 factorial equal to 1 ആണ് ആർഗ്യുമെന്റ് നമ്മൾ എടുക്കുക. ദെൻ ദി ഫോർമുല എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? f raised to n of z0 equal to n factorial by 2 pi I into integral over c f of z by z minus z0 all raised to n plus 1 വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂട്ടി ചേർക്കണം. എഫ് റേസ് ടു 0 ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് സെഡ് നോട്ട് ആയിട്ട് എടുക്കണം. ഓക്കെ, നോട്ട് ദാറ്റ് വിത്ത് ദി ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് എഫ് റേസ് ടു എൻ ഓഫ് z0, sorry, f raised to 0 of z0 equal to f raised to 0 of z0 equal to f of z ആയിട്ട് നമ്മൾ കൊടുക്കുക. ആൻഡ് 0 factorial equal to 1 വരുമ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിട്ട് മാറും? f raised to n of z0 equal to എന്ത് വരും? n factorial by 2 pi I integral over c f of z by z minus z0 all raised to n plus 1 dz വരും. is also valid when n equal to 0. കാരണം f raised to n of z0 നമ്മൾ f of z0 ആയിട്ട് എടുക്കാം. as in then become the Cauchy integral formula എന്തായിട്ട് മാറും? എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 by 2 pi I integral over c f of z by z minus z0 dz. കാരണം എന്താ? എഫ് റേസ് ടു 0 ഓഫ് z0 എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് z0 ആയിട്ടും 0 factorial 1 ആയിട്ടും നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് Cauchy integral ഫോർമുല കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇന്റഗ്രേറ്റ് ദി ഫംഗ്ഷൻ z raised to 4 minus 3 z square plus 6 by z plus I all cube in the counter clockwise sense around the circle mod z equal to 3 by 2. mod z equal to 3 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ ആണ്, അതിന്റെ റേഡിയസ് 3 by 2 ആയിരിക്കും. ഓക്കെ, ലെറ്റ് c equal to mod z equal to 3 by 2 ആണ്. ദെൻ നമുക്ക് എന്തെടുക്കണം? എഫ് ഓഫ് z ആയിട്ട് നമ്മൾ z raised to 4 minus 3 z square plus 6 ആയിട്ട് എടുക്കുക. ദെൻ എഫ് ഓഫ് z ഈസ് അനാലിറ്റിക് അനാലിറ്റിക് ആണ്, കാരണം എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഹെൻസ് അനാലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ c z equal to minus I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? z equal to minus I എന്തായിരിക്കും? അതിൻ്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും, പോയിന്റ്സ് വിത്തിൻ ദി c. ഹെൻസ് ഇന്റഗ്രൽ ഓവർ c നമുക്ക് എന്ത് പറ്റും? z raised to 4 minus 3 z square plus 6 by z plus I all cube dz നമുക്ക് എന്ത് പറ്റും? ഇന്റഗ്രൽ ഓവർ c f of z by z minus I all raised to cube ആയിട്ട് എടുക്കാൻ പറ്റും. ദെൻ നമുക്ക് എക്സ്റ്റൻഷൻ ഫോം ഓഫ് Cauchy ഇന്റഗ്രൽ ഫോർമുല നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 2 pi I by 2 factorial into f double dash of minus I. നമ്മൾ എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക, അതിൽ മൈനസ് ഐ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പൈ ഐ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയർ മൈനസ് 3 z സ്ക്വയർ പ്ലസ് 6 അറ്റ് ദി പോയിന്റ് z ഈക്വൽ ടു -1 കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ ബൈ ഡി സെഡ് സ്ക്വയർ എന്ത് വരും? രണ്ട് ടൈം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു z. 12 z സ്ക്വയർ മൈനസ് 6 വരും. സെഡിന് പകരം മൈനസ് ഐ കൊടുക്കുമ്പോൾ വരും ഇവിടെ -12 മൈനസ് 6 വരും, -18 പൈ ഐ വരും. ഓക്കെ, then second ഒരു example, evaluate integral over c z plus 1 by z square dz where c is any path enclosing the origin. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു പാത്താണ് ഒറിജിനിൽ എൻക്ലോസ് ചെയ്യുന്ന ഒരു പാത്തായിട്ട് നമ്മൾ എന്തെടുക്കുക? ഇവിടുത്തെ റീജിയൻ സി എടുക്കുക. സോ ഇൻ ദി ഫോർമുല എഫ് ഡാഷ് ഓഫ് z നോട്ട് ഈക്വൽ ടു നമുക്കറിയാം 1 by 2 pi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z by z minus z0 സ്ക്വയർ dz നമുക്കുണ്ട്. ദെൻ നമ്മൾ എന്തെടുക്കുക? എഫ് ഓഫ് z, ഇതിൽ നമ്മൾ എഫ് ഓഫ് z എന്തായിട്ട് എടുക്കുക? z plus 1 ഉം z0 നമ്മൾ 0 ആയിട്ട് എടുത്താൽ നമുക്ക് എന്തെടുക്കും?
ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 1/z² dz ഈക്വൽ ടു നമുക്ക് കോഷി ഇന്റഗ്രൽ ഫോമുകളുടെ എക്സ്റ്റൻഷൻ ഫോം വെച്ച് നമുക്ക് 2πi/1 ഫാക്ടോറിന്റെ എഫ് ഡാഷ് ഓഫ് 0 എന്ന് കൊടുക്കാൻ പറ്റും. എഫ് ഓഫ് സെഡ് നമുക്ക് അതിൽ എഫ് ഡാഷ് കണ്ടുപിടിക്കുക, അതിൽ സെഡിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2πi/1 ഫാക്ടോറിന്റെ d/dz ഓഫ് സെഡ് പ്ലസ് 1 എന്ത് വരും? 1 വരും. 1ൽ സെഡിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? 2πi വരും. ഓക്കെ, ക്ലിയർ ആയി? ഫുഡ് കഴിച്ചോ?